ഓക്കെ, അടുത്ത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് എ ട്യൂണിംഗ് ഫോർക്ക് മേക്സ് 1 കംപ്ലീറ്റ് വൈബ്രേഷൻ ഇൻ 1/200 സെക്കൻഡ്. അപ്പൊ ടൈം പീരീഡ് തന്നിട്ടുണ്ട്, സെക്കൻഡ്സ് ഇവിടെ നിന്ന് തന്നിരിക്കുന്നുണ്ടാണ് ടൈം പീരീഡ് നമ്മൾ അതിന്റെ യൂണിറ്റ് ആയിട്ട് എഴുതിയത്. ടൈം പീരീഡിന്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞു സെക്കൻഡ് ആണ്. അപ്പൊ ടീന്റെ ആൻസർ എത്രയാണ്? 1/200 സെക്കൻഡ്സ് എന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദ വെലോസിറ്റി ഓഫ് ദി സൗണ്ട് ഇൻ എയർ, വെലോസിറ്റി തന്നിട്ടുണ്ട് 340 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി വേവ് ലെങ്ത്, വേവ് ലെങ്ത് കണ്ടുപിടിക്കണം ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ദ സൗണ്ട് വേവ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ട്യൂണിംഗ് ഫോർക്ക്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ വി ഈക്വൽ ടു നമുക്കറിയാം എഫ് ഇൻറ്റു ലാംഡയാണ്. പക്ഷേ ഇവിടെ എഫ് ഇല്ല, എഫ് കണ്ടുപിടിക്കാം. എഫ് കണ്ടുപിടിക്കാൻ ടൈം പീരീഡ് തന്നിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ എഫ് ഈക്വൽ ടു നമുക്കറിയാം 1/t. സോ ടൈം പീരീഡിനെ തിരിച്ചെഴുതിയാൽ ആൻസറായി. ടൈം പീരീഡിനെ തിരിച്ചെഴുതിയാൽ 200. ആലോചിക്കുക, ഹെഡ്സ് ആണ് യൂണിറ്റ്. അപ്പോൾ ബാക്കി ബി ഈക്വൽ ടു പറ, എഫ് ബി ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡയാണ്. ബീൻ്റെ ആൻസർ തന്നിട്ടുണ്ട് 340 ആണ്. ഈക്വൽ ടു എഫ് 200 ആണ്, ലാംഡ കണ്ടുപിടിക്കണം. സോ 200 താഴോട്ട് എഴുതുക, 200 താഴോട്ട് എഴുതണം. ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. ഇതും വെട്ടിപ്പോയി. ഓക്കെ, നമുക്ക് 10 കൊണ്ട് വെട്ടാം അല്ലേ? അല്ല, 2 കൊണ്ട് വെട്ടിയാൽ ഇത് 17 ആകും, ഇത് 10 ആവും. 17നെ 10 കൊണ്ട് ഹരിച്ചാൽ 1.7. സോ 1.7 മീറ്റർ എന്ന് കിട്ടും. വേവ് ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. ഓക്കെ.